ഗായ്സ്, അപ്പം നമ്മൾ കുറേ നാളുകളായി ചൂണ്ടയിടാൻ പോയിട്ട്. അപ്പോൾ ഇച്ചിരി തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ചൂണ്ടയിടാനായിട്ട് വന്നേക്കാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഏരി പിടിക്കാനായിട്ടാണ് വന്നത്. ഏരി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് നമ്മളൊരു വൈറ്റ് കളറിലുള്ളൊരു ഏരി, അതായത് വെള്ള കളർ വന്നിട്ട് അതുമ്പോൾ രണ്ട് മൂന്ന് ലൈനൊക്കെ ഉള്ള ടൈപ്പ് വെള്ള ഏരി എന്നാണ് നമ്മൾ പറയണത്. അതിൻ്റെ ശരിക്കും പേര് എനിക്കൊരു ഐഡിയ ഇല്ല. ഒരു ഏരിയുടെ വർഗത്തിൽപ്പെട്ട ഒരു ഏരിയയാണ്. അപ്പോൾ അതിന് പിടിക്കാനുള്ള ഒരു സെറ്റപ്പിലായിട്ടാണ് ഞാൻ വന്നാക്കണേ. അപ്പോൾ നമ്മൾ അതിന് വേണ്ട ഹുക്ക് എങ്ങനെ സെറ്റ് ചെയ്യണമെന്നൊക്കെ ഒന്ന് കാണാം. നമ്മൾ പല്ലിക്കോരൊക്കെ പിടിക്കുന്ന സമയത്ത് നമ്മൾ ഹുക്ക് എങ്ങനെ സെറ്റ് ചെയ്ത് അതുപോലെ തന്നെയാണ് നമ്മൾ കെട്ടണത്. അത് നമ്മളൊരു 3, 4, 5 ഹുക്ക് വരെ നമ്മൾ പല്ലിക്കോര പിടിക്കാനായിട്ട് നമ്മൾ സെറ്റ് ചെയ്തായിരുന്നു. ഇതിന് നമ്മൾ 2 ഹുക്കാണ് നമ്മളിന്ന് സെറ്റ് ചെയ്യണത്. 2 ഹുക്ക് സെറ്റ് ചെയ്യണു. അതിൻ്റെ താഴെ അടിയിലായിട്ട് വെയിറ്റ് ആഡ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ചെയ്യണം. അപ്പോൾ ഞാനിതിന് യൂസ് ചെയ്താക്കണ ഇത് ഹുക്ക് എന്ന് പറയണത് നമ്മൾ 13ൻ്റെ ഹുക്കാണ്. ഞാനിതിന് കാർബൺ ഹുക്കാണ് ഞാൻ യൂസ് ചെയ്താക്കണേ കേട്ടോ. അപ്പോൾ അങ്ങനെ 2 ഹുക്ക് നമ്മൾ സെറ്റ് ചെയ്യണത് രീതിയിലാണ് നമ്മളിത് ചെയ്യണത്. ഇങ്ങനെ 2 ഹുക്ക് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സിവിലും ഞാനിത് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പിന്നെ അതിന് ഞാൻ വെയിറ്റ് ഉപയോഗിക്കുന്നത് ചെറിയ കല്ലുകളാണ്. കാരണം ഇത് നമ്മൾ ഈ കടൽ ഭിത്തിയോടൊക്കെ ചേർന്ന്, ഈ ടെട്രാപോഡിനോടൊക്കെ ചേർന്നാണ് നമ്മൾ ഇതിനിടണേ. അപ്പോൾ നമുക്ക് ഈയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് പിടിപിടിന്ന് പൊട്ടിപ്പോകാൻ ഉറപ്പാണ്, ഉടക്കും. അപ്പോൾ അത് പിടിപിടിന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മൾ കല്ല് ഉപയോഗിക്കുന്നത്. കാരണം ഇത് കല്ലിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു മീനായതുകൊണ്ട് നമ്മൾ കല്ലിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഇടണം. അല്ലെങ്കിൽ പിന്നെ ഈ സാധനം നമുക്ക് കാര്യമില്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് കല്ല് ഉപയോഗിക്കുന്നത്. ടേപ്പ് ചുറ്റിയാണ് കല്ലിടണം. അപ്പോൾ നമ്മളിത് വലിക്കുമ്പോൾ ടേപ്പ് ഊരിപ്പോവും. ആ ഒരു സിസ്റ്റമാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യണത്. അപ്പോൾ നമുക്ക് കല്ല് ഊരിപ്പോകണം, മീനങ്ങോട്ട് തിരിച്ച് കിട്ടണം. അല്ലെങ്കിൽ അവിടെ ഇരുന്ന് ഉടക്കി പിടിച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. പിന്നെ അടുത്തത് കെട്ടാൻ അത്രയും സമയം നമുക്ക് കളയാതിരിക്കാൻ വേണ്ടിയാണ് അവന് ഊരിപ്പോകുന്ന രീതിയിലേക്ക് ഇതാണ്. ഈയൊക്കെ ഇടുമ്പോഴത്തേക്കും നമ്മൾ ഇച്ചിരി അകലേക്ക് ഇടുന്ന രീതിയിലാണ് ഈയ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പം നമ്മൾ ചാളയുണ്ട് ഇതിന് ഉപയോഗിക്കണേ. ചാള ചെറിയ പീസായിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. തീരെ ചെറിയ, അതിൻ്റെ വായ ചെറുതാണ്. അപ്പോൾ ചെറിയ കഷ്ണമായിട്ട്, ചെറിയ ചാളയാണ് ഏറ്റവും നല്ലത് ഇതിന്. അപ്പോൾ ചെറിയ കഷ്ണമായിട്ട് നമ്മൾ കുളത്തിയാണ് നമ്മൾ ഇതിനെ പിടിക്കാനായിട്ട് ഇടുന്നത്. ഇതുപോലെ തന്നെ ചെറിയ 2 പീസ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് അത് ഞാൻ സെറ്റ് ചെയ്യണം. ചെറിയ വായ ആയതുകൊണ്ട് നമുക്ക് ഇത് ചെമ്മീനിട്ടാലും ഈ മീൻ കിട്ടും. ചെമ്മീനിട്ടാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ കല്ലിൻ്റെ അടുത്തായതുകൊണ്ട് ചെറിയ മീനുകൾ, നച്ചറ പോലെയുള്ള ചെറിയ ചെറിയ മീനുകൾ അത് കൊത്തിപ്പറിച്ച് അത് കളയും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചാളയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ ഉപയോഗിക്കാറ്. ചെമ്മീനിട്ടാലും ഇത് കിട്ടുകയും ചെയ്യും. ചാളയാണ് ഏറ്റവും ബെസ്റ്റ്. നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് വന്നാകുന്നത് ചാളയാണ്. അപ്പോൾ അതിൻ്റെ അറ്റത്താണ് നമ്മൾ വെയിറ്റ് കല്ലാണ് ഉപയോഗിച്ചാക്കണത്. അപ്പം ഞാനിതിനകത്ത് ഉപയോഗിച്ചാക്കുന്ന ടാക്കിൾസ് ഏതാണെന്നൊക്കെ പറഞ്ഞാൽ സെഡോണയാണ് ഞാൻ റീൽ ഉപയോഗിച്ചാണ്. 5000 സെഡോണ ഷിമാനോൻ്റെ. അതുപോലെ തന്നെ ബ്രൈഡ് റിക്കി മാറ്റോൻ്റെ 60 LBയുടെ ബ്രൈഡാണ് ഞാൻ ഉപയോഗിച്ചാക്കുന്നത്. റോഡ് ഉപയോഗിച്ചാൽ സീറോക്ക് സീ പവറാണ് 80. അപ്പോൾ അത് ഇച്ചിരി പഴയ റോഡാണ്. ഞാൻ ബൈക്ക് കാസ്റ്റിങ്ങിനൊക്കെ വരുമ്പോഴത്തേക്കും ബൈറ്റ് ഇടാനായിട്ട് വരുമ്പോഴത്തേക്കും പഴയ റോഡുകളാണ് കൊണ്ടുപോകുക. കാരണം നമ്മൾ ഇപ്പോഴും ഈ കല്ലുമൊക്കെ വെക്കണതുകൊണ്ട് എപ്പോഴും സ്ക്രാച്ചൊക്കെ വീഴാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പഴയ റോഡുകളാണ്. അടിപൊളി സാധനമാണ്. അത്യാവശ്യം നല്ല മീനടിച്ച് ഫൈറ്റിംഗ് ഉണ്ട്. അടിപൊളി. അപ്പോൾ നമ്മൾ വന്നതിന് ഒരു റിസൾട്ട് ഉണ്ടായിരുന്നു, നമ്മൾ ചെയ്തതിൻ്റെ റിസൾട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അടിപൊളി സാധനം. ഇതാണ് നമ്മൾ പറഞ്ഞ വെള്ളേരി. ഇതിൻ്റെ പേര് ശരിക്കും എനിക്ക് കറക്റ്റായിട്ട് അത് അറിയുന്നില്ല. പക്ഷേ ഇത് ഞാൻ വെള്ളേരി എന്ന് പറയണേ. വൈറ്റിൽ 2-3 ലൈനൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ചിലവർ ഇതിന് ടേസ്റ്റ് ഇല്ല എന്നൊക്കെ പറയണം. പക്ഷേ എൻ്റെ അമ്മ ഇതിനകത്ത് നല്ല പാൽക്കറി വയ്ക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇതിന് നല്ല മാംസമുണ്ട്. മാംസം ഉള്ളത് കൊണ്ട് തന്നെ ഫ്രൈ ചെയ്യാനും നല്ല അടിപൊളിയായിരിക്കും. ഇതിനെ ഞാൻ വെള്ളേരി എന്നിട്ട് പറയണേ. ഇതിൻ്റെ വായ കണ്ടോ, വായ വളരെ ചെറുതാണ്, തീരെ ചെറുതാണ്. ഇതിൻ്റെ മുള്ളൊക്കെ നോക്കി പുറത്തുള്ള മുള്ളുകളെ കാണുന്നത്. അതുപോലെ തന്നെ ഇത് ചെറിയ റോങ് ഹുക്കായിട്ടാണ് കയറിയാക്കണം കേട്ടോ. സൈഡിൽ എവിടെയോ കയറിയാക്കണം, വായിലെല്ലാം കയറിയാക്കണത് സൈഡിലാണ് കയറിയാക്കണം. വായ വളരെ ചെറുതാണ് കണ്ടോ, സൈഡിലാണ് കയറിയാക്കണത്. അപ്പോൾ നല്ല അടിപൊളി മീനാണ് ഇതിലെ സാധനം. ഇത് ശരിക്കും ഈ മീനുകൾ ബീച്ചിനോട് ചേർന്നുള്ള കടൽ ഭിത്തികൾ ആ സൈഡിലൊക്കെയാണ് ഇങ്ങനത്തെ മീനുകൾ കാണാറ്. ഇതിനൊരു കൂട്ടം വരാറുണ്ട്. ഒരു കൂട്ടമായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി നടക്കണ ഒരു ടൈപ്പ് മീനാണ്. ഒരു ഏറ്റ സമയത്തൊക്കെയാണ് എനിക്കിതിനെ കിട്ടാറ്. വെള്ളം വലിയേറ്റ സമയത്താണ് ഇതിന് കൂടുതൽ കിട്ടാറ്. നല്ല അടിപൊളി മീനാണ് കേട്ടോ. അപ്പോൾ ഇതിനെ ചാളയിലാണ് ഞാൻ കൂടുതൽ പിടിക്കാറ്. ചെമ്മീനിട്ട് ഞാൻ പിടിച്ചിട്ടുണ്ട്.
പക്ഷേ ഞാൻ പറയാം ചെമ്മീൻ പെട്ടെന്ന് ചെറിയ മീനുകൾ വന്ന് കൊത്തി തീർത്ത് പെട്ടെന്ന് അലന്ന് പോണത് കൊണ്ടാണ് ഞാൻ ചാള വേണം. ചാളാവുമ്പോൾ അത്രയും പെട്ടെന്ന് ഐറ്റങ്ങൾ ഇന്ന് തീർക്കില്ല. അപ്പം നമുക്ക് മീന് കിട്ടുകയും ചെയ്യാം. മറ്റേത് നമ്മൾ പെട്ടെന്ന് നമ്മൾ തീറ്റ തീർന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് എനിക്ക് ഏറ്റവും കൂടുതൽ അതുകൊണ്ടാണ് ഞാനത് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. അടിപൊളി റിസൾട്ടാണ്. സൂപ്പർ മീനുമാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം.